സെമിനാർ നടത്തി. ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് പരിസ്ഥിതി സൗഹാർദ്ദ കെട്ടിട നിർമ്മാണം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സെമിനാറാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ഈ എക്സ്പോർട്ട് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ സജി മാത്യു അവരുകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ശ്രീ മുഹമ്മദ് കോയ, മുൻ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് സി വി വിനോദ് കുമാർ, സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി.സി. വി. ദിനേശ് കുമാർ, ആർക്കിടെക്ട് ശ്യാംകുമാർ പുറവങ്കര, സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ഗോപാൽ ബീബി, ദിനേശൻ, ശ്രീ എ ദിവാകരൻ, പ്രിയമുള്ള ലെൻഫെഡ് സുഹൃത്തുക്കളെ, കോവൽപ്പള്ളിയിലുള്ള വൈറ്റ് ഹൗസ് വേണ്ടി വെച്ച് നടക്കുന്ന ഈ എക്സ്പോ ഇന്ന് സമാപിക്കാൻ പോകും. ലെൻഫെഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിലെ ഇന്നല്ല സംസ്ഥാനത്ത് തന്നെ പ്രൊഫഷണൽ സംഘടനയിലെ ലൈസൻസുകളുടെ ഏറ്റവും വലിയ സംഘടനയാണ്. നമുക്കറിയാം, കെട്ടിട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെമിനാറുകളിലൂടെ സംബന്ധിച്ചത്. കൂടുതൽ ആൾക്കാർ ആ ചർച്ചകൾ പങ്കെടുക്കുകയും ആ ചർച്ചയിലൂടെ ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും ചില കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് വേണ്ടി സംസ്ഥാന സർക്കാരിന് ജില്ലാ ഭരണകൂടത്തിനെ അറിയിക്കേണ്ടതൊക്കെയുള്ള ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ രൂപീകരിച്ചുകൊണ്ട് സംഘടനാപരമായ നേതൃപാടവത്തിലൂടെ കാസർഗോഡ് ജില്ലയിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ലെൻഫെഡ് ഇന്ന് അഭിമാനത്തോടുകൂടി നിൽക്കുകയാണ്. വ്യത്യസ്തമായ രീതിയിലുള്ള സെമിനാറുകളാണ് നമ്മളെല്ലാം നടത്തിയത്. ആദ്യമായി കെട്ടിട നിർമ്മാണ മേഖലയിൽ ലൈസൻസുകളെ ബാധിക്കുന്ന കെട്ടിട നിർമ്മാണ നിയമങ്ങളും പൊതുജനങ്ങളും എന്നുള്ള വിഷയവും, അതിനുശേഷം കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതിന് ഈ മേഖലയിലുള്ള വ്യത്യസ്തമായ സംഘടനയെ ഉൾപ്പെടുത്തിക്കൊണ്ടും, മൂന്നാമതായി സെമിനാർ കാസർഗോഡിന്റെ സമഗ്ര വികസനം, ആ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള സെമിനാർ. ഇന്ന് രാവിലെ കാസർഗോഡ് ജില്ലയിലെ ടൂറിസം സാധ്യതകൾ, അതിനുള്ള ഡിബേറ്റുമാണ് നടന്നിരിക്കുന്നത്. അഞ്ചാമത്തെ സെമിനാറായ പരിസ്ഥിതി സൗഹാർദ്ദ കെട്ടിട നിർമ്മാണം. ലക്ഷക്കണക്കിന് വീടുകൾ ഏത് മേഖലകളിലും കെട്ടിട നിർമ്മാണ മേഖലയിലെ അവസാന വാക്കെന്ന് പറയുന്നത് പോലെ പത്മശ്രീ ആർക്കിടെക്ട് ഡോക്ടർ ശങ്കർ സാർ ഇതിനു മുമ്പും കാസർഗോഡ് ജില്ലയിൽ ഏതാണ്ട് 14 വർഷം മുമ്പ് ഒരു ജില്ലാ സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. എന്നും ലെൻഫെഡിനോടുകൂടെ ലെൻഫെഡിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ശങ്കർ സാർ ഇതുപോലെയുള്ള വളരെ തിരക്കിനുണ്ടെങ്കിലും ഇതുപോലെയുള്ള സെമിനാറിന് നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നത് ലെൻഫെഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമായ കാര്യമാണ്. ഹാബിറ്റാറ്റ് ടെക്നോളജിയുടെ മാനേജിംഗ് ഡയറക്ടറും എം ഡിയും ചെയർമാനും ഒക്കെയായ ശങ്കർ സാർ ലെൻഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന് പല വിദേശ യാത്രകളുണ്ടായി മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ലെൻഫെഡിനോട് കാണിക്കുന്ന ഈ സ്നേഹം ലെൻഫെഡ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമായ കാര്യം തന്നെയാണ്. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. മാത്രം വർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ മാത്രമാണ് അവിടെ അനുവദിക്കപ്പെടുന്നത്. ഇങ്ങനെ ലോകത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വരും തലമുറയ്ക്ക് ജീവിക്കാൻ ഉതകുന്ന തരത്തിൽ പ്രകൃതിയെ വീണ്ടെടുക്കുവാനും ഭൂമിയുടെ പച്ചപ്പും സന്തുലിതാവസ്ഥയും നിലനിർത്താനുമാണ് ലോകം ഇന്ന് പരിസ്ഥിതി സൗഹൃദ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിലാണ് ആഗോളതാപനത്തിൻ്റെ 40% പ്രകൃതി വിഭവങ്ങളുടെ 30% ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓസോൺ കവചം നശിപ്പിക്കുന്ന ഹരിതഗൃഹ വാഹനങ്ങളുടെ 50%, മൊത്തം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 30% നിർമ്മിക്കുന്നതും കെട്ടിട നിർമ്മാണത്തിൽ നിന്നാണ്. കേരളത്തിൽ മാത്രം
80,000 ടൺ സ്റ്റീലാണ് ഒരു മാസം ഉപയോഗിക്കുന്നത്. അതേ മാസം നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. ഒരു ടൺ കമ്പി പുറത്തേക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്നത് പരമ്പരാഗത രീതി അനുസരിച്ച് നിർമ്മിക്കുകയാണെങ്കിൽ 1.892 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വമിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷന്റെ 8% സിമന്റ് മാനുഫാക്ചറിങ്ങിലൂടെയാണ് പുറത്തേക്ക്. കെട്ടിട നിർമ്മാതാക്കളും എല്ലാ എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുകളും ഒക്കെ തന്നെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കുറഞ്ഞ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും. നമുക്കറിയാം, ഇവിടെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് നമുക്കറിയാം, രാം മന്ദിർ എന്ന് അവിടെ ഉയർന്നു വന്നു. അവിടെ ഞാൻ ശ്രദ്ധിച്ചത് അതിൻ്റെ വർഗീയതയോ അതിൻ്റെ വിഭാഗീയതയോ അല്ല. അവിടെ ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലക്ക് നമുക്ക് പഠിക്കേണ്ട വലിയ സംഭവങ്ങളാണ് ആ കെട്ടിട നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നത്. പ്ലിന്തേരിയും 3 ഫ്ലോറുമുള്ള ആ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഒരു പീസ് പോലും കമ്പി ഉപയോഗിക്കാതെയാണ്. അത്ഭുതപ്പെട്ടു പോകുന്ന അതിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മിച്ചിരുന്നത് വളരെ സെൻസിറ്റീവായ അയോധ്യയിലെ മണ്ണ് വളരെ സെൻസിറ്റീവാണ്. അവിടെ ഒരു പൈല് പോലും ഉപയോഗിക്കാതെ അതിനെ കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഫൗണ്ടേഷനാണ്. കൃത്രിമമായിട്ടുള്ള ഒരു പാറയുണ്ടാക്കുകയാണ്. റോളർ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ 400 ഫീറ്റ് നീളവും 300 ഫീറ്റ് വീതിയും 50 ഫീറ്റ് ഉയരവുമുള്ള ഒരു കൃത്രിമ പാറ നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലാണ് ചന്ദ്രകാന്ത് സോംപുര എന്ന ആർക്കിടെക്ട് ആ കെട്ടിടത്തിൻ്റെ മുഴുവൻ ഭാരവും ഇറക്കി വെച്ചിരിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റീൽ ഉപയോഗിക്കാതെ കെട്ടിട നിർമ്മാണത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ അത് മുന്നോട്ട് പോകുന്നു. 392 പില്ലറുകളുണ്ട്. രാജസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ച് മാത്രമാണ് ആ പില്ലറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെയും കമ്പി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ രീതിയിലുള്ള നിർമ്മാണ രീതികളൊക്കെ തന്നെ ലോകത്ത് മൊത്തം തന്നെ എല്ലാ എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുകളും ഒക്കെ തന്നെ അത് ഗവേഷണം നടത്തിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ കെട്ടിട നിർമ്മാണത്തിലേക്ക് മുന്നോട്ട് വരികയാണ്. കാറ്റും വെളിച്ചും നൈസർഗികമായ കട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് അകത്തേക്ക് തടയുന്ന രീതിയിലുള്ള പുറഞ്ചുമരുകളും സംവിധാനിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള കെട്ടിട നിർമ്മാണ രീതികൾ ആ ലോകത്ത് മുഴുവൻ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ രീതിയിൽ മന്വന്തരങ്ങളിലുള്ള മാമുനിമാരും മഹർഷിമാരും ഋതുക്കളിലും വേദങ്ങളിലും ഖുർആനിലും ഒക്കെ തന്നെ മനുഷ്യന്റെ കരങ്ങളെ കൊണ്ട് ഈ രീതിയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു വാക്കുണ്ട്. ആ കുറെ പറയുന്നത് മനുഷ്യന്റെ കരങ്ങളാൽ ഭൂമിയിലും കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലം വരുമെന്ന് പറയുന്നു. അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഏത് ബിൽഡിംഗ് എടുക്കുന്ന സമയത്തും അത് വളരെ കൃത്യമായി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഒരു പ്രാർത്ഥന, ഒരു മന്ത്രം നമ്മുടെ സ്മൃതികളിലും അതുപോലെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലുമൊക്കെ പറയുന്നുണ്ട്. അഥർവവേദത്തിലെ ഒരു ശ്ലോകം അതിൽ യത്തേ ഭൂമി വിഘ്നാമി ക്ഷിപ്രം തപതിരോഹതു മാതേ മർമ്മ വിമർഗരി മാതേ ഹൃദയം അപ്രം എന്ന് തറകീറുന്നതിന് മുമ്പ് പ്രാർത്ഥന നടത്തിക്കൊണ്ട് വേണമെന്ന് അന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ഹേ ഭൂമി, നിന്റെ മാറിൽ നിന്ന് ഞാൻ എടുക്കുന്നതെന്തോ അത് വീണ്ടും ഉയർന്നു വരേണ്ടതുണ്ട്, ഉയർന്നു വരട്ടെ. നിന്റെ ഹൃദയങ്ങളെ ഞാൻ ഒരിക്കലും വ്രണപ്പെടുത്തുകയില്ല, മുറിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ ഗണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് വീണ്ടും മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ട് വേണം ഒരു കെട്ടിടം തുടങ്ങാനെന്ന് അന്ന് അഥർവവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മനുഷ്യൻ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ബഹുമാന്യനായ മാധവ് ഗാഡ്ഗിൽ നമ്മോട് പറഞ്ഞു, 2011 തോന്നുന്നു അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട്. അദ്ദേഹം പറഞ്ഞു, ഇനിയും പശ്ചിമഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഭയാനകമായ അപകടങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് വലിയ കാലങ്ങളും യുഗങ്ങളും ഒന്നും എടുക്കേണ്ടതില്ല, കേവലം 5-6 വർഷങ്ങൾക്ക് കൊണ്ട് അത് മുന്നോട്ട് വരുമെന്ന് പറഞ്ഞ അത് കഴിഞ്ഞത് നമുക്ക് അനുഭവത്തിൽ നിന്ന് വന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഉരുൾപൊട്ടലുണ്ടായി അനേക മനുഷ്യർ മരിച്ചുപോയി. അതുകൊണ്ട് ലോകം മുന്നോട്ട് വന്ന് ലോകം പിന്നെയും ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അത്തരം കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിപ്പിനെ പോലെയുള്ള സാമൂഹ്യ പ്രബുദ്ധമായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയുടെ ബാധ്യതയാണ് എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം സെമിനാറുകൾ ഇവിടെ നടത്തുന്നത്.
ഞാൻ ചുരുക്കുകയാണ്. ഈ പരിപാടി ദൈവിക നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ലൻഫോർഡ്. I present to you Padma Shri Dr. G. Shankar, a visionary architect, a dedicated educator, and an exceptional humanitarian. Dr. Shankar holds a BArch degree from Kerala University and completed his MS from the Birmingham School of Architecture, UK, where he secured the first rank. His illustrious career is marked by an unwavering commitment to innovation and social responsibility in the field of architecture. He is currently the chairman and advisor of the National Committee to Frame Disaster Management Design and Specification for the Government of India. He has served as a consultant to numerous esteemed organizations, including All India Council for Technical Education, the National Institute of Rural Development, the Ministry of Road Development, and Council of Scientific and Industrial Research, New Delhi. Dr. Shankar has been a professor at the Meccan School of Architecture, Ooty, and his experience has guided critical initiatives like Sri Lankan Rehabilitation Package and the Nepal Disaster Mitigation Projects. He also leads the task force and on housing for the Planning Board, Government of Kerala, and serves as a team leader for international disaster evaluation missions in Sri Lanka, Indonesia, and Croatia International. He is the International Director of Architects Affordance, Paris, and the President of the South Asian Coalition of Community of Architects. His influence extends beyond the border as a consultant to international organizations in Netherlands, France, and Germany. Additionally, he chairs Vastvidya Gurukulam, a prestigious institution under the Government of Kerala, and holds membership in SAT Kerala and the School of Planning and Architecture, Bhopal. Dr. Shankar's accolades includes the Padma Shri, more than a dozen national awards, and the Laurie Becker Award from the Government of Kerala, recognizing his extraordinary contributions to sustainable and people-centric architecture. We at Lansford Kasaragod District Committee are deeply honored to have such a towering figure with us today. It is with great pride and respect that I invite Padma Shri Dr. G. Shankar sir to proceed. ഒരിക്കൽ 2005 എനിക്ക് ഇന്ത്യ വിഷൻ എന്നൊരു ചാനൽ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇന്ത്യ വിഷൻ്റെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു, മാൻ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത്. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനത്തുകയായിട്ടുള്ള, അന്ന് ഏറ്റവും വലിയ സമ്മാനത്തുകയായിട്ടുള്ള 1 ലക്ഷം രൂപ സമ്മാനം കിട്ടുന്ന ഒരു പുരസ്കാരമായിരുന്നു. അന്ന് ഇന്ത്യ വിഷൻ്റെ ചെയർമാൻ ശ്രീ MT വാസുദേവൻ നായരായിരുന്നു. MT വാസുദേവൻ നായർ കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ VS അച്യുതാനന്ദനാണ് അവാർഡ് എനിക്കാണ്. അപ്പോൾ അവാർഡ് കിട്ടുന്ന വേളയിൽ എൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് MT പറഞ്ഞ വാക്കുകൾ അതേപോലെ എനിക്ക് പത്മശ്രീ കിട്ടുകയേക്കാളും എത്രയോ മധുരതരമായിട്ടുള്ള വാക്കുകളാണ് ഞാൻ ഓർമ്മിച്ചെടുക്കുന്ന ഒരു സന്ദർഭം കൂടെയാണ്. അദ്ദേഹം പറഞ്ഞു, കോഴിക്കോടിനടുത്ത് പുഴയോരത്ത് എനിക്കൊരു സ്ഥലമുണ്ട്. ഞാൻ ശങ്കരനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വീട് വെച്ചു. സിത്താരയാണോ ഐശ്വര്യയാണോ എന്നറിയില്ല, രണ്ടാണ് MTയുടെ വീടുകൾ. അതിൽ രണ്ടാമത്തെ വീടാണ് പുഴയോരത്ത് വെച്ചത്. അത് ശങ്കരനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എനിക്ക് നടന്നില്ല. എനിക്ക് ജീവിതകാലത്തിന് ഈ ആയുസ്സിൽ നടക്കുമെന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞത് MTയാണ്. MTയുടെ ഈ കഥകളിലൂടെയാണ്. ഞാൻ വളരെ കൊച്ചിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പുസ്തകം വാങ്ങിക്കാനുള്ള വായനശാലയുടെ അടുത്ത് ഈ ചുവന്ന ബൈൻഡൊക്കെയുള്ള MTയുടെ പുസ്തകം മാത്രം വയ്ക്കുന്ന ഒരു ഷെൽഫുണ്ടായിരുന്നു. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായതുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും രാവിലെ ആയിരുന്നു ഈ പുസ്തകത്തിനടുത്ത് MTയെ കാത്തു നിൽക്കുമായിരുന്നു. MT എന്ന് പറഞ്ഞാൽ എൻ്റെ പുസ്തകങ്ങളെ കാത്തു നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥകളിലൊന്നായിട്ടുള്ള രക്തംപുരണ്ട മൺതരികൾ തൊട്ട് ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കഥകൾ ഉൾപ്പെടെയുള്ള ഓരയോ ഷെർലാക്ക് ഉൾപ്പെടെയുള്ള എല്ലാ കഥകളിലും വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് വീടുകളുടെ പശ്ചാത്തലമാണ്. വീടുകളുടെ ഇടനാഴികളിലൂടെയും മുറികളിലൂടെയും തെക്കിനിയിലും വടക്കിനിയിലും ഒക്കെ ഉയർന്ന നെടുവീർപ്പുകളിലും കണ്ണുനീരിൻ്റെ ഒട്ടേറെ കഥകൾ നമ്മൾ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഹരിത നിർമ്മിതിയിലേക്കും ഹരിത ജീവിതത്തിലേക്കും എന്നെ കൊണ്ടുപോയത് ആ അനുഭവ സാക്ഷ്യങ്ങളാണെന്നും ഞാൻ ഓർത്തെടുക്കുന്ന ഒരു സമയമാണ്. അനുഭവ സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീടെങ്ങനെ ഒരു അനുഭവമായിരിക്കും, വീടെങ്ങനെയാണ് ഒരു കഥാപാത്രമാകുന്നത്. ഇതിനകത്ത് കുറ്റേറ്റത്തെയോ അല്ലെങ്കിൽ സേതുവോ സുചിത്രയോ ഒന്നും അല്ല കഥാപാത്രം. അതിനേക്കാൾ അപ്പുറം
ഒരു പശ്ചാത്തലമുണ്ട്, അതിൽ പ്രകൃതിയുണ്ട്. നീലക്കുന്നുകൾ നിങ്ങൾക്കറിയാം, എത്ര മനോഹരമായിട്ട് കഥയാണ്. പ്രകൃതിയുണ്ട്. നീലക്കുന്നുകൾ തൊട്ടുള്ള മലകളും പുഴകളും അമ്പലത്തിൻ്റെ പരിസരങ്ങളും ഈ നെടുവീർപ്പുകൾ മാത്രം നിങ്ങൾക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളും ഒക്കെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ മനുഷ്യരെ പോലെ അതിൻ്റെ പ്രതിധ്വനികളായിട്ട് ഇന്ന് മലയാളി മനസ്സിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. പ്രകൃതിയെക്കുറിച്ച് നമ്മൾ അതിൻ്റെ സാങ്കേതികത്തിലേക്ക് ഞാൻ വലുതായിട്ട് പോകുന്നില്ല. കാരണം സാങ്കേതികമായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ പകുതി പേർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ആലോചിക്കുക, ഭൂമിക്ക് ജീവനുണ്ടെന്ന്. അങ്ങനെയല്ല നമ്മുടെ സങ്കല്പം, നമ്മുടെ പൈതൃക സങ്കല്പം തന്നെയല്ല. ഭൂമിക്ക് ജീവനുണ്ടെന്ന്, വീടിന് ജീവനുണ്ടെന്ന്. വീടിനെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ള നിഷ്കർഷം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് സുഹൃത്തുക്കളെ ഹരിത നിർമ്മാണ വിദ്യയിലേക്കുള്ള ആദ്യത്തെ വാതിൽ. ഞാൻ പ്രത്യക്ഷമായിട്ട് ഒരിക്കൽ കൂടെ പറയട്ടെ, ഹരിത നിർമ്മിതിയിലേക്കുള്ള ആദ്യത്തെ വാതിൽ എന്ന് പറയുന്നത് വീടിന് ജീവനുണ്ടെന്ന്, അത് ചേതനയുള്ള ചൈതന്യമുള്ള ഇടമാണ് എന്ന് നമ്മൾ സ്വയം നമ്മളങ്ങനെ ഒരു സങ്കല്പം സ്വാംശീകരിക്കാമെങ്കിൽ നമ്മളെല്ലാം ഉത്തരവാദിത്തോടു കൂടി മാത്രമേ ചെയ്യുകയുള്ളൂ. ആരാണെന്നറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി തന്നെയാണ്. മഹാത്മാഗാന്ധി ജീവിതത്തിൻ്റെ ഒരു ജീവിത ദൂരം ആ സ്ഥലം ഗാന്ധിജി ആദ്യമേ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. 1924-25 കാലഘട്ടത്തിലാണ് പറഞ്ഞത് 100 രൂപയ്ക്ക് കൂടുതൽ ആ ആദികുടി നിർമ്മിക്കുവാനായിട്ട് ആകെ വകയിരുത്തിയിരുന്ന 100 രൂപ മാത്രമായിരുന്നു. പക്ഷെ പിന്നീടുള്ള കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ നിർബന്ധം, അനുയായി വൃന്ദത്തിൻ്റെ നിർബന്ധം കാരണം അവിടെ 1-2 കാര്യങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ആ വീടിന് മൊത്തം 400 രൂപയായി. ലളിതമായ വീടുകളാണ് ഹരിത നിർമ്മിതിയുടെ ആദ്യത്തെ ഭാഗം. ഞാനൊരു നിലവിളി പോലെ, പ്രാർത്ഥന പോലെ എത്രയോ ദശാബ്ദങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലളിതമായ വീടുകൾ എന്ന് പറയുന്നതാണ് ആ ലാളിത്യം എങ്ങനെയാണ് ഉദാഹരിക്കുന്നത്. അതൊക്കെ ഓരോ കൽപ്പനകളായിട്ട്, നമ്മൾ 10 കൽപ്പനകളെ പറ്റി പറയുന്നത് പോലെ ഓരോ കൽപ്പനകളായിട്ട് നമ്മൾ തിരിച്ചറിയണം. അതിനകത്ത് പ്രധാനപ്പെട്ട 1-ാം കൽപ്പന, അത് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ലോക്കലിസ്റ്റ് മന്ത്ര എന്ന് പറയും. പ്രാദേശികമായിട്ട് കിട്ടുന്ന നിർമ്മാണ വസ്തുക്കളുണ്ട്, പ്രാദേശികമായിട്ടുള്ള തൊഴിൽ വൈദഗ്ധ്യം കൊണ്ട് അത് കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളതാണ് ഹരിത നിർമ്മിതിയുടെ ആദ്യ പാഠം എന്ന് പറയുന്നതാണ്. ലോക്കലി അവൈലബിൾ മെറ്റീരിയൽ ആൻഡ് ലോക്കൽ ടെക്നോളജീസ് ആൻഡ് ലോക്കൽ കേപ്പബിലിറ്റീസ്, അതാണ് ഹരിത നിർമ്മിതിയുടെ ആദ്യത്തെ പാഠം. അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുവാണ്. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാ നിർമ്മാണ വസ്തുക്കളും, നമ്മുടെ നമ്മുടെ ഇഷ്ടികകൾ, മറ്റെല്ലാ നമ്മൾ ഉപയോഗിക്കുന്ന കെട്ടിട നിർമ്മിതിക്ക്, പ്രത്യേകിച്ച് ഭിത്തിയുടെ നിർമ്മിതിക്ക്, ഫൗണ്ടേഷൻ നിർമ്മിതിക്ക്, ഇതൊക്കെ ഉപയോഗിക്കുന്ന മിക്ക നിർമ്മാണ വസ്തുക്കൾക്കും ഒരു ലൈഫുണ്ട്, അതായത് ഒരു ആയുസ്സുണ്ടെന്ന് പറയും. സാധാരണ വെട്ടുകല്ലിന് മാത്രമാണ് ലോകത്തിൽ, ഞാൻ അഭിമാനത്തോടെ ആണ്, ഈ സന്തോഷത്തോടെയാണ് കാര്യം പറയുന്നത്, വെട്ടുകല്ല് മാത്രമാണ് കാലത്തെ അതിജീവിക്കുന്നവരും. അത് ഫ്രഷ്ലി കട്ട് ലാറ്ററൈറ്റ് എന്ന് പറയും. അത് ആദ്യമായിട്ട് ഒരു മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത് പടവുകൾ കെട്ടുമ്പോൾ ആ സമയത്ത് കുറച്ച് ദൗർബല്യങ്ങൾ കാണും. പക്ഷെ അന്തരീക്ഷ വായുവുമായിട്ട് പ്രതികരിച്ച് വരുമ്പോൾ അതിൽ ഓക്സൈഡ്സ് രൂപപ്പെടുകയും അതിൻ്റെ പ്രതലത്തിൽ ഓക്സൈഡ്സ് രൂപപ്പെടുകയും നമ്മളതിനെ പച്ച മലയാളത്തിൽ മൂക്കുക എന്നാണ് പറയുന്നത്. അത് മൂത്ത് വരുമ്പോൾ നിറം മാറും. നിങ്ങൾക്കറിയാം, ഈ നിറമല്ല ആദ്യം നമ്മൾ പടവ് കെട്ടുമ്പോൾ കുറച്ചുകൂടി ചുവന്ന നിറമാണ്. അത് പതുക്കെ തവിട്ട് നിറത്തിലേക്ക് മാറുമ്പോഴാണ് അതിന് ഭംഗിയേറുന്നത്. അത് തവിട്ട് നിറത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ, പ്ലാവ് മുറിച്ചാൽ നമുക്കറിയാം ഇളം മഞ്ഞ കളറിലാണ് ഇളം പ്ലാവ് മുറിച്ച് കഴിഞ്ഞാൽ കാണുന്നത്. ഇളം പ്ലാവ് മൂക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് തവിട്ട് നിറത്തിലേക്ക് മാറും. അതാണ് മൂപ്പിൻ്റെ നമ്മൾ അടയാളമായിട്ട് കാണുന്നത്. അതേപോലെ ഈ വെട്ടുകല്ല് പോലുള്ള ഒരു നിർമ്മാണ വസ്തു കാലം പഴക്കം കയറും തോറും ഈ ആയുസ് കൂടുന്ന ഒരു നിർമ്മാണ വസ്തു ലോകത്തിൻ്റെ സുഹൃത്തുക്കളെ, കേരളത്തിലെ അനർഘമായിട്ടുള്ള ഞാൻ പറയും കേരളം കനകർത്തി നിർമ്മാണ വസ്തുക്കളാണ്. ഈ നിർമ്മാണ വസ്തുക്കളുടെ ഇത്രയും അത്ഭുതകരമായ പദാവലിയുള്ള കേരളത്തിൽ നമ്മൾ മറ്റ് നിർമ്മാണ വസ്തുക്കളെക്കുറിച്ച് എന്തിനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, പ്രാദേശികമായിട്ട് കിട്ടുന്ന നിർമ്മാണ വസ്തുക്കൾ വെച്ച്, അതേപോലെ പ്രാദേശികമായിട്ട് കിട്ടുന്ന നിർമ്മാണ വൈദഗ്ധ്യം വെച്ച് നമ്മുടെ കേരളത്തിലെ ഞാൻ ഈ ലോകം മുഴുവൻ ഈ കെട്ടിടം വയ്ക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ നേർസാക്ഷ്യം തന്നെയാണ്, ഇതെൻ്റെ അനുഭവ സാക്ഷ്യമാണ്, ഇതെൻ്റെ നേർസാക്ഷ്യമാണ്. ഞാൻ പറയട്ടെ, കേരളത്തിൻ്റെ അത്രയും കേരളത്തിൻ്റെ മേസ്ത്രിമാണ് മനസ്സിലാക്കിയത്. നമ്മുടെ സമ്പുഷ്ടമായിട്ടുള്ള മണ്ണുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള വയലേലുകളെല്ലാം നമ്മൾ വെട്ടിക്കുഴിച്ചെടുത്ത മണ്ണെല്ലാം എടുത്ത് ചുട്ട് ചെയ്യുന്നത്, നമ്മുടെ മരങ്ങളെ തെങ്ങൊക്കെ വെട്ടി, നമ്മുടെ പാഴ്മരങ്ങൾ എന്നുള്ള മരങ്ങളില്ല,
നമ്മൾ പാഴ്മരങ്ങൾ എന്നാണ് നമ്മുടെ പദാവലിയിലെ മനുഷ്യരില്ലാതെ പാഴ്മരങ്ങൾ. ഇതൊക്കെ വെട്ടിക്കൂട്ടിയിട്ടാണ് നമ്മൾ കത്തിച്ചിട്ടാണ് മണ്ണ് ചുടുന്നത്. അത് തീർച്ചയായും സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ആദ്യത്തെ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ മണ്ണിലേക്ക് മാറാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ കൈ കൊണ്ട് മണ്ണ് ചവിട്ടിക്കുഴച്ചെടുത്ത് പണിയുന്നൊരു മേസ്ത്രിയും കൂടാണ്. മണ്ണിനെ തൊടുമ്പോൾ മണ്ണിൻ്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടാകും. ഞങ്ങൾ ഇംഗ്ലീഷിൽ പല വാക്കുകൾ വെച്ചാൽ അതുതായിരിക്കുന്നത്. വേഴ്സറ്റാലിറ്റി ഓഫ് ദി മെറ്റീരിയൽ, പ്ലാസ്റ്റിസിറ്റി ഓഫ് ദി മെറ്റീരിയൽ, സെൻഷ്വസ്നെസ് ഓഫ് ദി മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിന് കൂടെ സർഗാത്മകമായിട്ടുള്ള ഒരുപാട് പ്രതീകങ്ങൾ കൂടി ചേർത്തിട്ടാണ് മണ്ണിനെ പറയുന്നത്. മണ്ണിനുറപ്പുണ്ട്, മണ്ണിന് ബലമുണ്ട്, മണ്ണിനെ പ്രതിരോധിക്കാനുള്ള ചെതലോ അല്ലെങ്കിൽ ഈർപ്പം പോലെ പ്രതിരോധിക്കാൻ നമ്മുടെ നാടൻ അമ്മമാർ പറയുന്നത് അതിന് കാലത്തിനെ അതിജീവിക്കുന്ന ഒരു നിർമ്മാണ പ്രക്രിയയാണ്. നമ്മുടെ കേരളത്തിലെ മണ്ണെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ഉപയുക്തമായിട്ടുള്ള മണ്ണാണ്. ഞാൻ പുറം വാതിലിലേക്ക് നടക്കുകയല്ല. ആധുനിക കാലത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷേ അതിനെ എങ്ങനെ, ചെതലിനെ എങ്ങനെ പ്രതിരോധിക്കാം, ഈർപ്പത്തെ എങ്ങനെ പ്രതിരോധിക്കാം, അങ്ങനെ ഒരു കെട്ടിട നിർമ്മിതി നമ്മൾക്ക് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ആലോചിക്കേണ്ട കാലം സമാഗതമായിരിക്കുന്നു. കാരണം ഞാനൊക്കെ കൊച്ചിലെ ബാല്യകാലത്ത് യൗവനകാലത്തൊക്കെ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് നമ്മുടെ ഈ വരുന്ന കത്തുന്ന ഊർജ്ജ പ്രതിസന്ധിയൊക്കെ പറയുമ്പോൾ ആളുകൾ പുച്ഛത്തോടുകൂടി ഇതിനെ കാണുമായിരുന്നു. ഞങ്ങളൊരു പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രയോ വർഷങ്ങളായിട്ട് പറഞ്ഞു കാലാവസ്ഥ വ്യതിയാനം യാഥാർത്ഥ്യമാണ് എന്നുള്ളത്. ഞാൻ ഇപ്പോഴും ഓർത്തെടുക്കുന്ന ചില സന്ദർഭങ്ങൾ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ ജീവിതത്തിന് ചൂഴ്ന്ന് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുന്നു. 1996 ഐക്യരാഷ്ട്രസഭയുടെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന 1996 നടന്ന ലോക പാർപ്പിട സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘമായിട്ട് ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. ഞാൻ പറഞ്ഞ ഒരു വാക്ക്, അത് ലോകത്തിൻ്റെ ഹാബിറ്ററ്റ് അജണ്ടയിൽ രേഖപ്പെടുത്തിയിട്ട് എന്താണ് വാക്ക് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സന്തുലിതമായ ആവാസ വ്യവസ്ഥയെക്കുറിച്ച്, മാറുന്ന കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് വേണം വേൾഡ് ഹാബിറ്ററ്റ് അജണ്ട അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ലോകം സഹർഷമായിട്ട് സ്വീകരിക്കുകയും അത് വേൾഡ് ഹാബിറ്ററ്റ് അജണ്ടയിൽ ഒരു വാക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. നമുക്കത് മാറിയിരിക്കാനൊക്കില്ല. കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യത്യാസങ്ങൾ നമുക്കറിയാം. ചൂട് കൂടുന്നു, വേനൽക്കാലത്ത് ചൂട് കൂടുന്നു, അസമയത്ത് തണുപ്പ് വരുന്നു, അതിനേക്കാളും കന്നിമാസത്തിൽ മഴ പെയ്യുന്നു. കേട്ടിട്ടില്ല, കേരളത്തിൻ്റെ സംക്രമണകാല സമയത്ത് കന്നിമാസത്തിൽ കന്നി വെയിലെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. കവിയായിട്ടുള്ള ഈ കണ്ണൂരുകാരനായിട്ടുള്ള ഒരു കവി പറഞ്ഞൊരു വാക്കുണ്ട്, കണ്ട് കബരി നദി ചുവന്നപ്പോൾ സിനിമ കണ്ടിട്ട് ഈ തീരം തകർത്തൊഴുകാൻ കൊതിക്കുന്ന ചാരുതയെ തെയ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുഴകൾ എൻ്റെ ബാല്യകാലത്തെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പുഴകളെല്ലാം കേരളത്തിൽ 44 നദികളേ ഉള്ളൂ. 44 നദികളും ആസന്ന മരണശയ്യയിലേക്ക് പോകും. ഇത് സത്യം. വാട്ടർ എവരിവെയർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്നുള്ളതാണ് വർത്തമാനങ്ങൾ. ഇത്രയും ജലസമൃദ്ധമായിട്ട് സംസ്ഥാനം പറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാതിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, എവിടത്തെ വെള്ളത്തിൻ്റെ അളവ്, നമ്മുടെ ശൗചാലയങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ കഴുകിക്കളയാനായിട്ട് ഇന്ത്യയിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. കണക്ക് നല്ല മിടുക്കലാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എനിക്ക് പോലും മനസ്സിലാവാത്ത സംഖ്യയാണെന്ന് പറയട്ടെ. 5 ബില്യൺ ലിറ്റേഴ്സ് എ ഡേ. നമുക്ക് 4-5 പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 5 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി പൂജ്യങ്ങൾ പുറകെ ചേർത്താലേ 5 ബില്യൺ ലിറ്റേഴ്സ് ആവും ഒരു ദിവസം. നമ്മുടെ കക്കൂസ് മാലിന്യങ്ങൾ ഈ കക്കൂസിൽ ഒഴുക്കിക്കളയാനായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിലുണ്ടായിരുന്ന എല്ലാം, ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളാണ്. കാവേരി, ഗോദാവരി, എല്ലാ കൃഷ്ണ, എല്ലാ നർമ്മദ, എല്ലാ നദികളും ഇങ്ങനെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ നദികളും. അത് പെരിയാർ, നിളയൊക്കെ ഒരു കവിഭാവനയിൽ മാത്രമേ ഉള്ളൂ. കണ്ണുനീർ പുഴയായിട്ട് മാറിയിട്ടുണ്ട് നിളാനദി പോലും. അങ്ങനെ എല്ലാ നദികളും വറ്റി വരണ്ടിരിക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രകൃതിക്ക് വലിയ ദോഷം ചെയ്യും. പ്രകൃതിക്ക് ഏറ്റവും ദോഷം. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഭൂമി തരുന്നത്. അങ്ങനെ നമ്മുടെ കാലത്ത് ഒരു ദുർബലമായിട്ടൊരു ഭൗമമൗളി പൊട്ടി തകരുകയും ചെയ്യുമ്പോൾ ജനപദങ്ങൾ ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് ചൂരന്മലയിലും മുണ്ടക്കയിലും കണ്ടത്. നമ്മൾ കണ്ട കാഴ്ചയാണ്. ഏതൊരു മലയുടെ ഒരു മധ്യഭാഗത്തായിട്ട് പെട്ടെന്നൊരു പൈപ്പ് തുറന്നു പോയിട്ട് ചെറിയൊരു ജലപ്രവാഹം വരുന്നു. നിമിഷങ്ങൾക്ക് അത് വലിയ അശനീപാതമായിട്ട് താഴോട്ട് പതിക്കുന്നു. എത്രയോ ജനപദങ്ങൾ
ചൂരൽമലയും മുണ്ടക്കൈയിലുമുള്ള എത്രയോ ജനപദങ്ങൾ ഒലിച്ചു പോയിരിക്കും. നമ്മൾ കണ്ട കാഴ്ചയാണ്. കണ്ട കാഴ്ചയിൽ രസമായിട്ടൊരു കാഴ്ച, നിങ്ങളൊരു മസ്ജിദിൻ്റെ പടമൊക്കെ ഓർമ്മ കാണും, നിങ്ങൾ മനസ്സിനകത്ത് കാണും. മുണ്ടക്കൈയിൽ കൂടെ വെള്ളം തെറ്റി ഒഴുകി ഒരു മസ്ജിദിൻ്റെ പകൽ തകർത്ത് പോയ ഒരു കാഴ്ച നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള കാഴ്ച. വയനാടിൻ്റെ ഒരു വേദന കാഴ്ചയായിരുന്നു. ജലത്തെ തടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് തകർത്തത്? നമ്മുടെ ആ മുണ്ടക്കൈയിലും ചൂരൽമലയുടെയും ഏറ്റവും അടുത്ത് ഒരു സംസാരിക്കുകയാണ്. ഏകാംഗിയും വർത്തകനും നർത്തകനും ഒക്കെയുള്ള സമൂഹമാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, വയ്യാത്തവരുണ്ട്, വൃദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്, സ്ത്രീപക്ഷമായിട്ടുള്ള സമീപനം എടുക്കണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഒക്കെ വേണ്ട. എല്ലാവർക്കും ഒരു ടൈപ്പ് പ്ലാൻ, എല്ലാവരും നോക്കുന്നത് അത് നോക്കണം. ഗവൺമെൻറ് ഒരു അരയുണ്ട്, ഇത്രയും രൂപ മുടക്കണം, 1000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് കൊടുക്കണം. അല്ലാതെ അവരെന്ത് ജോലി ചെയ്താണ് ജീവിക്കുന്നത്? കൈത്തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത്. അവർ വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവർക്കൊരു മുറി വേണ്ടേ? ഇത് കിണർ പടി കയറാനും പോവും. ഇതൊന്നും ഗവൺമെന്റിനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു പുത്തൻ രൂപകൽപ്പനയുടെ പരിപ്രേക്ഷ്യം ഉണ്ടാക്കാമോ? അതാണ് വയനാട് പരീക്ഷിക്കേണ്ടത്. കേരളം ഇത്ര മാതൃകളാണ് ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ ലോകത്തിന് മുമ്പിൽ മാതൃകയാണ് കേരളം. കേരളത്തിന് ഏറ്റവും വലിയ അവസരം ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. ഒരു അവസരം കളഞ്ഞു. അവിടെ ഇതിനു മുമ്പിലുള്ള തൊട്ട് മുമ്പിൽ നടന്ന 2 ദുരന്തം, കവളപ്പാറയും പുത്തുമലയിൽ നടന്ന ദുരിതങ്ങളിൽ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. ഓരോ ദുരന്തവും അസുലഭമായിട്ടുള്ള സന്ദർഭമാണ്. അത് പാർപ്പിട സാക്ഷരതയിൽ നിന്ന്, നിർമ്മാണ വസ്തുക്കളുടെ സൂക്ഷ്മ തിരഞ്ഞെടുപ്പ് കൊണ്ട്, സൂക്ഷ്മമായിട്ട് രൂപകൽപ്പന കൊണ്ട്, തണുപ്പ് തരുന്ന, കരുതൽ തരുന്ന, സുരക്ഷിതത്വം തരുന്ന ആ വീടുകളാണ് നമുക്ക് ആവശ്യം. കാറ്റിനെ കൊണ്ടുവരിക, വെളിച്ചത്തെ കൊണ്ടുവരിക. ഇത്രയും നല്ല നാടുണ്ടോ നമുക്ക്? ഇത്രയും നല്ല സുഗന്ധവാഹിയായ കാറ്റും നല്ല പ്രകാശമുള്ള സൂര്യനുമുള്ള ഒരു നാടില്ല. അതാണ് ഹരിത നിർമ്മിതി. മറ്റു കാര്യങ്ങളുണ്ടായിരിക്കുന്നു ഞാൻ പറഞ്ഞത്. വിളിച്ചാൽ വരുന്ന കാറ്റ്, നമ്മുടെ വീട്ടിനകത്ത് കാറ്റ് കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വരുന്ന സൂര്യവെളിച്ചം, നമ്മുടെ ഊർജ്ജം നിറയ്ക്കുന്ന സൂര്യവെളിച്ചം. പകൽ സമയത്ത് ലൈറ്റ് ഇടാതെ, ഫാൻ ഇടാതെ ഒരു കെട്ടിടം നിർമ്മിക്കാമെങ്കിൽ അത് തന്നെയാണ് സുഹൃത്തുക്കളെ കഴിയുന്നത്. നമുക്ക് കിടക്കാനും നമുക്ക് ഉണ്ണാനും ഉറങ്ങാനും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ വരുന്നത് 14, 12, 16 ബെഡ്റൂം അല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടല്ല എന്ന് വെച്ചാൽ നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധത വേണം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ അമിതമായിട്ടുള്ള ചൂഷണം ചെയ്ത് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും, കേൾക്കണമെന്നില്ല. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചെറിയ വീടുകൾ, അതാണ് കേരളത്തിനെ അഭികാമ്യക്കാൻ. ടോക്സ് അബൌട്ട് റിസോഴ്സ് എഫിഷ്യൻസി, ഇറ്റ് ടോക്സ് അബൌട്ട് മെറ്റീരിയൽ കൺസർവേഷൻ, ഇറ്റ് ടോക്സ് അബൌട്ട് ലോട്ട്സ് ഓഫ് ലാംഗ്വേജ്. ഇങ്ങനെ ഒരുപാട് ഭാഷ അത് സംസാരിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചാൽ ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞു, ഹാളിലേക്ക് നിങ്ങൾ ഇരുന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ 100%, ഞാൻ പറയുന്നത് ഒരിരട്ടിയല്ല, 10 ഇരട്ടിയല്ല, 100 ഇരട്ടി കണ്ടാമിനേഷനുള്ള, മാലിന്യങ്ങളുള്ള, ഈ വായുവിലെ മാലിന്യങ്ങളുള്ള, കൺട്രൈവ്ഡ് ആയിട്ടുള്ള, നമ്മളെപ്പോഴും പറയും ഇൻഡോർ എയർ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മൾ പദാവലിയിൽ വന്നിട്ടില്ല ഇൻഡോർ എയർ ക്വാളിറ്റി. നമുക്ക് ജീവിക്കണമെങ്കിൽ, നമുക്ക് ശ്വസിക്കണമെങ്കിൽ, നല്ല വായു കിട്ടണമെങ്കിൽ യഥേഷ്ടമായിട്ടുള്ള വായുസഞ്ചാരം നോക്കുക. അങ്ങനത്തെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ വീട് വയ്ക്കുക, നല്ല വായുസഞ്ചാരമുള്ള വീട് വയ്ക്കുക, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നിർമ്മാണ വസ്തുക്കൾ വെച്ച് വയ്ക്കുക, അത് കിട്ടുന്ന രൂപകൽപ്പന വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. ഞാൻ എപ്പോഴും പറയും, വീട് എന്ന് പറയുന്നൊരു അനുഭവമാണ്. MTയുടെ കഥകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൊക്കെ എങ്ങനെ അനുഭവമാണ്. ഈ പച്ച കാണുമ്പോൾ സന്തോഷം തോന്നുന്നൊരു മനസ്സാവണം. ഈ മനസ്സിൽ ഇന്നൊരു പൂവിരിയുന്നു, പേരിടാൻ അറിയില്ല എന്ന് പറഞ്ഞത് ONV കുറുപ്പ് സാറാണ്. ഇതിൽ പച്ചയിൽ നിങ്ങൾക്കൊരു തണുപ്പ് കിട്ടുമെങ്കിൽ, പച്ചയെ നോക്കിക്കേണ്ട നിങ്ങൾക്ക് കരുതൽ കിട്ടുമെങ്കിൽ, പച്ച നോക്കേണ്ട നിങ്ങൾക്ക് തണൽ കിട്ടുമെങ്കിൽ, ലോകം മുഴുവൻ വെയിലിടങ്ങൾ കൊണ്ട് നിറയുകയാണ്. നമുക്ക് വേണ്ട തണലിടങ്ങളാണ്. അതിനുവേണ്ടിയാണ് ഹരിത നിർമ്മാണം എന്നുള്ള സങ്കല്പം നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഒട്ടേറെ നിർമ്മാണ വസ്തുക്കളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇപ്പോൾ നമ്മൾ കുമ്മായം, ഇപ്പോൾ ആ പെയിൻറ്റ് പോലുമില്ല. പണ്ട് ലൈൻ വെച്ചിട്ടുള്ള പെയിൻറ്റുകൾ ഇപ്പോൾ അതുപോലുമില്ല. കുമ്മായം, ഞാൻ വളരെ കൊച്ചിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ ശാസ്ത്രസാഹിത്യ പരിഷത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ ഞാനവിടെ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുമായിട്ട് സംവദിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. നമ്മുടെ വേമ്പനാട് കായലിൻ്റെ അടിത്തട്ടിൽ നിന്ന് കുമ്മായം വാരുന്നു. അവിടുന്ന് കുമ്മായം വാരുന്നവൻ പാവപ്പെട്ടവൻ, കുമ്മായം നീട്ടുന്നവൻ പാവപ്പെട്ടവൻ, കാളവണ്ടി കൊണ്ട് വിപണിയിൽ ചെയ്യുന്ന പാവപ്പെട്ടവൻ, സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യത, ഒട്ടേറെ ജീവനോപാധികൾ മാറ്റി വെച്ചിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ലൈം ഇൻഡസ്ട്രി. ലൈം ഇൻഡസ്ട്രി
തകർന്നു പോയതിൻ്റെ പുറയിലുള്ളൊരു ഒരു 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 വസ്തുതകളെ ഇന്ന് മനസ്സിലാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കുമ്മായ നിക്ഷേപമുള്ള ഇവിടെ കൊച്ചു കേരളത്തിലാണ്. ഈ വേമ്പനാട് കായലിൻ്റെ അടിത്തട്ടിൽ 15 അടിയോളം പൊക്കത്തിലാണ് ലോകത്തിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അങ്ങനെ പറയുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൈം ഡെപ്പോസിറ്റ് എന്നുള്ളത് കുമ്മായ നിക്ഷേപം കൊച്ചു കേരളത്തിലാണ്. കുമ്മായങ്ങൾക്ക് വേണ്ടതായിരിക്കും. ഒരു കാര്യം കൂടെ, ഒന്ന് രണ്ട് കാര്യം. ഇപ്പോഴും സിമെൻ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മുഖ്യ അംശം കുമ്മായ കല്ലുകൾ തന്നെയാണ്, ലൈം സ്റ്റോൺസ് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ചില രാസപ്രവർത്തനങ്ങളിൽ കോൺക്രീറ്റ് കമ്പി വെച്ചിട്ടുള്ള ഇതിനകത്ത് ലൈം കോൺക്രീറ്റ് ഉപയോഗിക്കാനൊക്കെ ഇല്ല. ഇതിൻ്റെ രാസപ്രവർത്തനങ്ങളാണ് മറ്റേ കമ്പി തുരുമ്പിക്കും. പക്ഷെ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മുടെ ഈ PCC പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പൂശാനായിട്ടാണ് കോൺക്രീറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ടാണ് ഈ നമ്മൾ കമ്പി, ഞങ്ങൾ പറയുന്നത് മുളം കമ്പികളെന്നാണ്. മുള എന്നല്ല പറയുന്നത്, മുളം കമ്പികൾ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസം. മുളം കമ്പി എന്നുള്ളൊരു വാക്കുണ്ടല്ലോ. മുളം കമ്പികൾ, മുളയുടെ ടെൻസൈൽ സ്ട്രെങ്ത്തും സാധാരണ നമ്മൾ കിട്ടുന്ന കമ്പിയുടെ ടെൻസൈൽ സ്ട്രെങ്ത്തും ഒന്നാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. ഒന്നാണ്. ടെൻസൈൽ സ്ട്രെങ്ത്ത് ഈസ് ഈക്വൽ എന്നാണ് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടി പറയാം, ഒരു പ്രതിരോധത്തിന് വേണ്ടി പറയല്ല. ആ ചർച്ചകൾ നമ്മൾ സജീവമായിട്ട് നടത്തണം. നമുക്കൊരു ഒരുപാട് ആയുസില്ല സുഹൃത്തുക്കളെ. നമുക്ക് ഭൂമിക്ക് ആയുസില്ലാത്ത രീതിയിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കേരളത്തിൽ പോലുള്ള ഇത്രയും സമർത്ഥമായിട്ടൊരു സ്ഥലം ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ വെച്ച് വേണ്ടാത്ത രീതിയിലുള്ള കെട്ടിട നിർമ്മിതിയിലൂടെ, വേണ്ടാത്ത അനഭിലേഷണീയമായിട്ടുള്ള കെട്ടിട നിർമ്മാണ സാമഗ്രികൾ തെരഞ്ഞെടുപ്പിലൂടെ നശിച്ചു പോകുന്നത് കാണാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളെ. ഇത്രയും വൈഭവമുള്ളൊരു നാട്, ഇത്രയും വൈദഗ്ധ്യമുള്ളൊരു നാട് നമുക്ക് നമ്മുടെ ഭൂമിയെ കാരുണ്യത്തോടെ, അതേ സ്നേഹത്തോടെ നമ്മുടെ വർത്തമാനകാല തലമുറ, ഞാനൊക്കെ അസ്തമിക്കാൻ പോകുന്ന ചില ആൾക്കാരാണ്, അടുത്ത കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഭൂമി ഏറ്റുവാങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് കൈമാറേണ്ടത് ഏറ്റവും പ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഹരിത നിർമ്മാണം എന്നുകൂടെ നമ്മൾ തിരഞ്ഞെടുക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അനാവശ്യമായിട്ടൊരു കാര്യം ഉപയോഗിക്കാതെ യുക്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുക. ഏരിയയുടെ രൂപകൽപ്പനയിൽ പോലും ശ്രദ്ധയോടുകൂടി ചെയ്യുക. കൃത്യമായിട്ട് നിർമ്മാണ സാമഗ്രികൾ തിരഞ്ഞെടുക്കുക, നിർമ്മാണ വൈദഗ്ധ്യം തിരഞ്ഞെടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്നത് സമാധാനം വേണമെങ്കിൽ ബഡ്ജറ്റിനകത്ത് തീർക്കണം. ബഡ്ജറ്റ് തീർക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജീസ്, കോസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുവേണം ബഡ്ജറ്റ് വരുന്നത്. അത് വിസ്തൃതി കുറയ്ക്കണം. ഉള്ള പൈസയ്ക്ക് വീട് വയ്ക്കുക എന്നുള്ളൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. ഇത് മാത്രമേ പ്രത്യക്ഷമായിട്ട് എനിക്ക് പറയാനുള്ളൂ. ഒരു ചർച്ചയ്ക്ക് നമുക്ക് രൂപം കൊടുക്കാം. നമുക്ക് ഹരിത നിർമ്മിതി എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ സാങ്കേതിക വിദ്യകളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീരില്ല. ഞാനൊരു 10 ദിവസം സംസാരിച്ചാൽ അതിനെക്കുറിച്ചുള്ള സാങ്കേതിക വിദ്യകളെ പറ്റി ഞാൻ തീരില്ല. കാരണം ഇത്രയും വർഷത്തെ ഒരു അനുഭവ സാക്ഷ്യമുണ്ട്. ഇത് നിങ്ങൾക്ക് ചിന്തകൾക്ക് വിട്ടുകൊണ്ട്, ഇത് പ്രസക്തിയെക്കുറിച്ചുള്ള ചിന്തകൾക്ക് വിട്ടുകൊണ്ട് ഒരുപാട് നമ്മുടെ മഴവെള്ളം, നമ്മുടെ സൗരോർജം തുടങ്ങിയിട്ടുള്ള 1000 കാര്യങ്ങൾ നമുക്ക് ഇടപെടാനുണ്ട്. അതിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ തിരിയട്ടെ. വീട് വയ്ക്കാൻ പോകുന്നവർക്കും വീട് വയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ലെൻസ്ഫെഡ് പോലുള്ള, എനിക്ക് ലെൻസ്ഫെഡിനോട് കേരളത്തിൽ ഞാനൊരു ആർക്കിടെക്ചർ സംഘടനയിൽ മെമ്പറല്ല എന്ന് ശ്യാംകുമാറിനറിയാം. ഞാനൊരു കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറോ ഒന്നും മെമ്പറല്ല. ഞാൻ ആകെപ്പാടെ ഒരു സമൂഹത്തിൻ്റെ സമര താല്പര്യങ്ങൾ, അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പോരാട്ട താല്പര്യങ്ങൾ ആകെപ്പാടെ സംരക്ഷിക്കുന്ന ഒരേ ഒരു സംഘടന ലെൻസ്ഫെഡ് ആണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന് പങ്കുചേരുന്നത്. അതുകൊണ്ടാണ് ലെൻസ്ഫെഡ് മാത്രമാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സ്വന്തം ഫീസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതല്ലാതെ അവരുടെ കീശ വർദ്ധിപ്പിക്കാൻ വല്ലവരുടെ സ്പോൺസറിനെ വിളിച്ചിട്ട് ഈ ചില സദസ്സുകൾ, ആഘോഷ രാവുകൾ സംഘടിപ്പിക്കാൻ മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള ശ്യാംകുമാറിനറിയാം ഞങ്ങളെപ്പോലുള്ള സംഘടനകൾ ചെയ്യുന്നത്. പക്ഷേ ലെൻസ്ഫെഡ് മാത്രമാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഹരിനിർമ്മിതിയെക്കുറിച്ച് സംസാരിക്കാൻ പറയുന്നത്. ലെൻസ്ഫെഡ് മാത്രമാണ് ഈ കേരളത്തിൻ്റെ കാസർഗോഡ് ടൂറിസം വികസനത്തെപ്പറ്റി പറയുന്നത്. അങ്ങനെ പരിപ്രേക്ഷ്യ നിർമ്മിതിക്ക് വേണ്ടി ലെൻസ്ഫെഡ് എന്നുള്ളൊരു സമരസംഘം ദിനേശിൻ്റെ മുഖത്ത് നോക്കുമ്പോഴും, മുഹമ്മദിൻ്റെ മുഖത്ത് നോക്കുമ്പോഴും, വിനോദിൻ്റെ മുഖത്ത് നോക്കുമ്പോഴും ഒക്കെ എനിക്ക് സന്തോഷമാണ്. ഇവരൊക്കെ എത്രയോ വർഷമായിട്ട് സമരസംഘടനയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ്. എനിക്ക് വളരെ സന്തോഷമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തതിൽ. കാസർഗോഡുള്ള സാധാരണ കുറേ പേര് കൂടെ ഇവിടെ ഉണ്ട് എന്നെനിക്ക് അറിയാം. നിങ്ങൾ തീർച്ചയായിട്ടും കാസർഗോഡിൻ്റെ ഒരു ചാരുത നിലനിർത്തുന്ന രീതിയിലുള്ള സെൻസിറ്റീവായിട്ടുള്ള, പ്രകൃതി സൗഹൃദമായിട്ടുള്ള, ഊർജ്ജം സംഭരിക്കുന്ന, ചെലവ് കുറഞ്ഞ നിർമ്മാണ വിദ്യകളിലേക്ക് നമ്മുടെ പ്രതിരോധവും, നമ്മുടെ ജീവിതവും, നമ്മുടെ സന്ദേശമാണ്, നമ്മുടെ വീടുകളുടെ സന്ദേശമാണ്. എൻ്റെ വീട് കാണിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ കഴിയുന്നത് ലെറ്റ് അവർ ലൈഫ് ബി അവർ മെസ്സേജ്. ഗാന്ധിജിയും അതാണ് പറഞ്ഞത്.
മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതം തന്നെയാവട്ടെ എൻ്റെ സന്ദേശം എന്നുള്ള ഒറ്റ കാര്യം. നമ്മുടെ വീടുകൾ നമ്മുടെ സന്ദേശമാവണം. വീടുകൾ നമ്മളെ നോക്കി ചിരിക്കണം. വീടിനകത്ത് നമുക്ക് സന്തോഷം കിട്ടണം. സന്തോഷം എന്നുള്ള വാക്ക് ഞാൻ കളയുന്നു. സമാധാനം കിട്ടണം. സംഘർഷം നകർന്ന ഈ ലോകത്തിൽ, സംഘർഷം നിറഞ്ഞ ലോകത്തിൽ ഞാൻ വർത്തമാന പത്രങ്ങൾ വായിക്കുന്ന നിർത്തിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. ഞാൻ മാധ്യമങ്ങളൊന്നും കാണുന്നില്ല. കാരണം ഒരു ദിവസം പോലും സമാധാനം കിട്ടാത്ത വാർത്തകളാണ്. ഈ വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ അങ്ങനെ ചിരിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. അത്രയധികം കടബാധ്യതകളിൽ നിന്ന് ഉഴലുന്ന മനസ്സുണ്ടെങ്കിലും ഞാനിപ്പോഴും സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണാനുള്ളൊരു അവസരമാണ്. കാരണം മറ്റൊന്നാണ് നമ്മുടെ പുതിയ വർഷം തുടങ്ങുകയാണ്. ലെറ്റ് us all together dream together for a better world. ആ വാക്കുകൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലെങ്കിൽ അക്കാദമിക് നമ്മുടെ കോളേജുകളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി സിലബസിൻ്റെ ഭാഗമായിക്കൊണ്ട് അതോടൊപ്പം തന്നെ NIT-യും അതുപോലെ തന്നെ IIT ഒക്കെ ഈ ഇത്തരം പറയുന്ന പ്രകൃതി സൗഹൃദമായിട്ടുള്ള സ്റ്റീൽ രഹിതം അതുപോലെ തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ഇതിനൊക്കെ തന്നെ ഫിറ്റ്നസ് നൽകുന്ന രീതിയിലേക്കൂടെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ളൊരു ശ്രമം ശങ്കർ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് വിനീതമായി ഇവിടെ പറയാനുള്ളത്. കാരണം വളരെ കൃത്യമായി നമ്മളൊരു സ്കൂൾ ബിൽഡിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബിൽഡിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു ഫിറ്റ്നസ് പറയുമ്പോൾ അവരെടുക്കുന്ന IS കോഡും ഒക്കെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക, ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ, കോഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതിനൊരു ഫിറ്റ്നസ് കിട്ടാറുള്ളൂ. ഡിസിഷനും പ്രകൃതിക്ക് എത്രത്തോളം ദോഷം വരുന്നെന്ന് ക്ലയൻസിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ ആലോചിക്കണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മളെ ചുറ്റും കാസർഗോഡ് ജില്ലയിൽ 404 പക്ഷികളുണ്ട്. 555 പക്ഷികൾ കേരളത്തിലുണ്ട്. 120ഓളം തുമ്പികൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. 358 ബട്ടർഫ്ലൈസ് ഉണ്ട്. ഇത് നമ്മളാരും നോക്കാറില്ല. ഈ ബട്ടർഫ്ലൈസിനും തുമ്പികൾക്കും പക്ഷികൾക്കും ജീവിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ നാട്ടിലുള്ള മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ വളരെ അത്യാവശ്യമാണ്. ഈ പൂമ്പാറ്റകൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഹോസ്റ്റ് പ്ലാന്റ്സ് എന്ന് പറയും, അതായത് അതിന് മുട്ടയിടാൻ പറ്റുന്ന അതിഥേയ സസ്യം ഇല്ലെങ്കിൽ പൂമ്പാറ്റകളിടെ ഉണ്ടാവില്ല. കൂടാതെ നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത വേറൊരു കാര്യം രാത്രിയുള്ള ലൈറ്റ് ഇടലാണ്. എല്ലാവരും 100 ചിത്രശലഭങ്ങളല്ല നിശാശലഭങ്ങളെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റും. എത്ര പേരും മിന്നാമിനിങ്ങിനെ കണ്ടിട്ടുണ്ട്? മിക്കവാറും എല്ലാവരും പണ്ട് ചെറുപ്പത്തിൽ മിന്നാമിനിങ്ങിനെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം മിന്നാമിനിങ് ഇല്ലാത്തതിൻ്റെ റീസണും നമ്മളെ ലൈറ്റ് പൊല്യൂഷൻ കാരണമാണ്. ആരും തീരെ ഡിസ്കസ് ചെയ്യാത്ത ഒരു ഏരിയയാണ് ലൈറ്റ് പൊല്യൂഷൻ. കൂടാതെ വേറൊരു റിക്വസ്റ്റ് ഉള്ളത്, ദയവേത് ആരും ജനലിന് റിഫ്ലക്റ്റീവ് ഗ്ലാസോ അല്ലെങ്കിൽ പ്ലെയിൻ ഗ്ലാസോ ഉപയോഗിക്കുന്നത് പരമാവധി കുറക്കണം. കാരണം ഈ റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ അത് പക്ഷികൾക്കും അല്ലെങ്കിൽ പക്ഷികൾക്ക് പ്രത്യേകിച്ച് റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ഗ്ലാസ് ഉണ്ടെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ പക്ഷികൾ വന്നിട്ട് നിങ്ങളെ ഗ്ലാസ്സിന് കൊത്തുന്നുണ്ടാവും. അത് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ദയവേത് ചെറിയ ഡോട്ടുള്ള ജനൽപ്പാളികളോ അല്ലെങ്കിൽ ചെറിയ പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ചെറിയ കുത്തുകളുള്ള ജനൽപ്പാളികളുണ്ട്, അതും ഉപയോഗിച്ച. പക്ഷേ ആ ഒരു ചെറിയൊരു ഡിസിഷൻ കൊണ്ട് നമുക്ക് കുറേയധികം ജീവികളെ രക്ഷിക്കാൻ പറ്റും. ആ ജീവികൾ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം പൈസേൻ്റെ കണക്ക് പറഞ്ഞാലേ നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധം വരുള്ളൂ. ഒരു മൂങ്ങ ഒരു കൊല്ലം നമുക്ക് ചെയ്യുന്ന സേവനം പൈസയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 2.5 ലക്ഷം രൂപ കൊടുക്കണം ഒരു മൂങ്ങക്ക്. അത് പിടിക്കുന്ന എലിയുടെ കണക്ക് പ്രകാരം 2.5 ലക്ഷം രൂപ നമ്മളൊരു മൂങ്ങക്ക് കൊടുക്കണം എന്നാണ് കാര്യം. നമ്മൾ എക്കണോമിക്കലി പറയുന്ന മരങ്ങളെക്കാൾ ഗുണം നമ്മൾ എക്കണോമിക്കലി ഗുണമില്ലാത്ത മരങ്ങൾ നമുക്ക് സേവനം ചെയ്യുന്നുണ്ട്. നമ്മളെ മണ്ണിൽ ഫലഭൂയിഷ്ഠത ഉണ്ടാവണമെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള മരങ്ങൾ ഒരിക്കലും അത് ചെയ്യുന്നില്ല. വട്ട പോലുള്ള സോഫ്റ്റ് വുഡ്സ് മാത്രമാണ് അത് ചെയ്യുന്നത്. കൺസൾട്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, ശ്രീ
ആർക്കിടെക്ട് ശ്യാം പുറവങ്കര, എന്നോട് നന്ദി രേഖപ്പെടുന്ന ശ്രീ ദിവാകരൻ, സ്വാഗതം പറഞ്ഞ വി ഗോപാലൻ, മറ്റ് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പോകുന്നില്ല. ഒന്നാമത് വൈകി 5:15 ഇതിനടുത്ത് ഇതിൻ്റെ സമാപന ചടങ്ങ് ഇവിടെ നടക്കേണ്ടതാണ്. പരിസ്ഥിതി സൗഹാർദ്ദ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാധിക്കണം എന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അതുപോലെ ശ്യാം സാറും വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ അതിന് മറ്റൊരു വേർഷൻ വെച്ച് കഴിഞ്ഞു. പിന്നെ അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ പ്രത്യേകിച്ച് ആർക്കിടെക്ട്സ് കെട്ടുന്ന വീടുകൾ ഞാൻ ഒരു കണ്ടുപഠിക്കുന്ന ഒരാളാണ്. പക്ഷെ അവരേറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് അവിടെയുള്ള ചെടികൾക്കും മറ്റുമാണ്. സാർ പറഞ്ഞ പോലെ തന്നെയാണ് അവരേറ്റവും കൂടുതൽ. ഞാൻ ഇന്നിപ്പോൾ ഒരു പിന്നെ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് രാവിലെ വരും. ഞാൻ അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ പണിയെടുത്തതാണ്. ബാക്കി അവർ നേരിട്ട് തന്നെ ആർക്കിടെക്ട് നേരിട്ട് പണിയെടുത്താണ്. പക്ഷെ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. അവിടെയുള്ള ഗ്രീനറി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ആലോചിക്കുമ്പോൾ അതൊന്നും പറ്റില്ല. പക്ഷെ നമ്മളൊക്കെ പലരും അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് കൂടുതൽ ഈ ശങ്കർ സാർ അതുപോലെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അടക്കം സാറിൻ്റെ നമ്മുടെ ആരോഗ്യാവസ്ഥയ്ക്ക് അവരോട് പറയുന്നത് എന്തൊരു 700 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് 4 ലക്ഷം വീട് വയ്ക്കുകയാണ്. ഓറിയന്റേഷൻ തന്നെ ചെറിയ വീടുകൾ വയ്ക്കുകയാണ്. ഞാനിപ്പോൾ കേരളത്തിൽ കേരളത്തിലെ സ്റ്റേറ്റ് പ്ലാനിംഗ് കണക്കിൽ ഭാഗമായി ആലോചിക്കണം. ഈ കാസർഗോഡ് ഇന്നുകളെല്ലാം വെട്ടി നിരത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണം തന്നെയാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അടുത്ത 100 പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ 40% ഉപയോഗിക്കുന്നത് രാജ്യത്തെ വികസനത്തിന് ലക്ഷ്യത്തിലാണെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ചെറിയ ചിന്തകളിൽ ഇത് വലിയ രീതിയിൽ സ്റ്റീലും സിമെന്റും കുറച്ച് ഓപ്റ്റിമൈസ് ചെയ്തു ഒഴിവാക്കാൻ കഴിയുന്നത്. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ
കരുത്തിന്റെ കാവൽ. മിനാർ TMT Temcor FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല. ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇവളണിയും പൊന്നല്ലേ കനവുണരും
പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.